ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കപാൽപതി പ്രാണായാമയാണ്. അതുപോലെ അതിൻ്റെ ബെനിഫിറ്റ്സും ആരൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതും ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. കപാൽപതി എന്ന് പറയുന്നത് വളരെയധികം ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന, അതുപോലെ വളരെയധികം എനർജൈസ് ചെയ്യുന്ന ഒരു പ്രാണായാമയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാണായാമ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവരും ഹാർട്ട് ഇഞ്ചുറീസ് ഉള്ളവരും ഒഴിവാക്കണം. പിന്നെ ഈ ഒരു പ്രാണായാമയിൽ ഭയങ്കരമായിട്ട് നമ്മുടെ സ്റ്റൊമക്കിന് മൂവ്മെന്റ് വരുന്നുണ്ട്. നമ്മുടെ അബ്ഡോമിൻ ഭയങ്കരമായിട്ട് മൂവ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അബ്ഡോമിനൽ ഇഞ്ചുറീസ് ഉള്ളവർ, ഗ്യാസ്ട്രിക് അൾസർ ഉള്ളവർ, ഹെർണിയ ഉള്ളവർ ഒക്കെ ഈ ഒരു പ്രാണായാമ അവോയ്ഡ് ചെയ്യണം. അതുപോലെ പീരീഡ്സിന്റെ ടൈമിലും ഈ ഒരു പ്രാണായാമ പ്രാക്ടീസ് ചെയ്യാതിരിക്കുക. ഇനി ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വളരെ നല്ലൊരു നമ്മുടെ ലെൻസ് ക്ലീനിങ് പ്രാണായാമയാണ്. പിന്നെ ഇത് നമ്മുടെ ബോഡീനെ എനർജൈസ് ചെയ്യും, നമ്മുടെ മൈൻഡിനെ എനർജൈസ് ചെയ്യും. ഇപ്പം നമ്മൾ ഭയങ്കര സ്ലീപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈമാണ്, അപ്പം നമുക്ക് എനർജൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കപാൽപതി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ സ്ലീപ്പി മൂഡ് നിന്ന് നമുക്ക് നോർമൽ ആവാൻ പറ്റും. അതുപോലെ ഇത് നമ്മുടെ നാഡീസിനെയൊക്കെ പ്യൂരിഫൈ ചെയ്യും. പിന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യും. നമ്മുടെ അബ്ഡോമിനൽ മസിൽസിനെ ഇത് സ്ട്രെങ്തൻ ചെയ്യും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഭയങ്കരമായിട്ട് മൂക്ക് അടഞ്ഞിരിക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കപാൽപതി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ നോസ്ട്രിൽ ബ്ലോക്കേജ് ഒഴിവായി കിട്ടും. നമ്മുടെ മ്യൂക്കസ് അക്യുമുലേഷൻ എല്ലാം ഈ ഒരു പ്രാണായാമം ക്ലിയർ ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും മെഡിറ്റേറ്റീവ് പോസ്റ്ററിൽ ഇരിക്കുക. വജ്രാസനയിൽ ഇരിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം വജ്രാസനയിൽ ഇരുന്ന് ഈ ഒരു പ്രാണായാമം ചെയ്യുമ്പോൾ ഇത് നമ്മളുടെ ഈ പ്രാണായാമയുടെ ബെനിഫിറ്റ്സ് മൾട്ടിപ്പിൾ ചെയ്യും. അപ്പോൾ ഇനി എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മളെ കയ്യിൽ രണ്ടിലും ചിന്മുദ്ര പിടിക്കണം. എന്നിട്ട് നമ്മൾ തായ്സിൻ്റെ മേലെ സീലിങ്ങിലോട്ട് ഫേസ് ചെയ്ത് വെക്കണം. അതിനുശേഷം കണ്ണുകൾ അടച്ച് നല്ലൊരു ഡീപ്പ് ഇൻഹലേഷൻ എടുക്കണം. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോഴ്സ്ഫുൾ എക്സലേഷൻസ് ആണ്. ഇവിടെ ഇൻഹലേഷൻ പാസീവ് ആയിരിക്കും, നമ്മൾ എക്സലേഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ ഈ ഒരു വയറ് അബ്ഡോമിനൽ ഏരിയ കോൺട്രാക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ എക്സേൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു ഇൻ ആൻഡ് ഔട്ട് മൂവ്മെന്റ് ഫീൽ ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ കണ്ണുകൾ അടച്ച് ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇൻഹലേഷൻ പാസീവാണ്, അത് അതിൻ്റെതായ രീതിയിൽ നടന്നു പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഫോഴ്സ്ഫുൾ എക്സലേഷൻസ് മാത്രമാണ്. ഇത് ഒരു 20 to 25 കൗണ്ട്സ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുക. അതുപോലെ തന്നെ വൺസ് നമ്മൾ അത്രയും ചെയ്യാൻ കംഫർട്ടബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു 50 കൗണ്ട്സ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അത് ഇൻക്രീസ് ചെയ്ത് 100 വരെയും 200 വരെയൊക്കെ ചെയ്യാം. പക്ഷേ നോർമലായിട്ട് റെഗുലർ പ്രാക്ടീസിൽ ഒരു 50 കൗണ്ട്സ് ചെയ്യുന്ന തരത്തിൽ നിങ്ങളിതിനെ പ്രാക്ടീസ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഓരോ സെറ്റ് 50 വെച്ച് 3 ടൈംസ് നമ്മൾ ഈ ഒരു പ്രാണായാമ റെഗുലർ പ്രാക്ടീസിൽ ആഡ് ചെയ്യുക. ഫസ്റ്റ് 25 ചെയ്താൽ മതി, അതിനുശേഷം സ്ലോലി ഇൻക്രീസ് ചെയ്ത് 50ലോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ നമസ്കാരം.